بسم الله الرحمن الرحيم. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله فأنى يؤفكون الله يبسط الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله بل أكثرهم لا يعقلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1364 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് വസഖറശ് ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ് ഫഅന്നാ യുഫകൂൻ. അല്ലാഹു യബ്സുതു الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم. ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله بل أكثرهم لا يعقلون. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇവിടുന്ന് സൂറത്തിന്റെ ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയ 61ാമത്തെ ആയത്ത് മുതൽ സൂറത്തിന്റെ അവസാനം വരെ മറ്റൊരു പ്രഭാഷണമായിട്ട് കാണാൻ സാധിക്കും. മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നേരിട്ട് അവരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് സംസാരിക്കുകയോ ചെയ്യുന്ന വിധത്തിലുള്ളതായിട്ട് കാണും. ഇന്നലെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച ഭാഗം വരെ ഏതാനും ആയത്തുകൾ മക്കയിലെ വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്ന സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. എന്നാൽ മക്കയിലെ നിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് ഇന്ന് വായിച്ചു തുടങ്ങുന്ന ഭാഗം. ആ ഭാഗത്ത് അടങ്ങിയിട്ടുള്ള ആയത്തുകൾ ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അവസാനമായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തില് ദേശത്യാഗം ചെയ്യാൻ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. രണ്ട് ആശങ്കകളാണ് ദേശത്യാഗത്തിന് മുതിർന്ന ആളുകളുടെ മുന്നിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വിധത്തിലായിട്ടുള്ളത്. ഒന്ന്, അവർക്ക് ജീവനുള്ള സുരക്ഷിതത്വം ഒരു ഷെൽട്ടർ ഇല്ലാതെ ആവുന്നതോടുകൂടി അവർക്ക് അവരുടെ സുരക്ഷിതമായി കഴിഞ്ഞുകൂടാനുള്ള ഒരു ഇടം, ഒരു വീട്, ചുറ്റുപാടും ഒക്കെ ഇല്ലാതാവുന്നതോടുകൂടി അവർക്ക് ജീവന് ഭീഷണി നേരിടേണ്ടി വരുമോ എന്ന ഒരു വലിയ ആശങ്കയാണ്. ജീവഭയം എന്ന് അതിനെ ചുരുക്കി പറയാം. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. രണ്ടാമത്തത്, ദേശത്യാഗം ചെയ്യുന്നതോടുകൂടി, നാട് വിട്ടു പോകുന്നതോടുകൂടി നാട് മാത്രമല്ല വിടുന്നത്, അവരുടെ ജീവിത വിഭവങ്ങള്, അതിനുള്ള സാധ്യതകള്, അതിനുള്ള എളുപ്പ വഴികള്,
അവരുടെ ബന്ധങ്ങൾ, ഇങ്ങനെ കുറെ സംഗതികൾ നഷ്ടപ്പെടുന്നതോടുകൂടി അവര് വിഭവ വിഭവങ്ങൾ ലഭിക്കാത്ത ആളുകളായിട്ട് മാറുന്നു. വരുമാനമില്ലാത്തവരും അതുപോലെ അവരുടെ നിത്യാവശ്യത്തിന് വേണ്ട ഭക്ഷ്യവിഭവങ്ങൾ പോലും ലഭിക്കാത്ത ആളുകളുമായിട്ട് അവർ മാറുന്ന ഒരു പ്രതിസന്ധിയാണ് അവർ നേരിടാൻ സാധ്യതയുള്ളത്. ഇതാണ് രണ്ടാമത്തെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം. ഇത് സംബന്ധമായിട്ട് അള്ളാഹു അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഭൂമുഖത്ത് അസംഖ്യം ജീവജാലങ്ങളുണ്ട്. അവയൊക്കെയും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. പക്ഷെ ഇവയിൽ ഒരെണ്ണം പോലും അവയുടെ നിത്യമായ ആവശ്യങ്ങൾക്കുള്ള ഭക്ഷ്യവിഭവങ്ങൾ ചുമന്നുകൊണ്ട് അങ്ങനെ നടക്കുകയല്ല ചെയ്യുന്നത്. ഒരു നേരം കഴിഞ്ഞ് അടുത്ത നേരം ആകുന്നതോടുകൂടി അവരുടെ മുന്നിലേക്ക് അവർക്ക് വേണ്ട ഭക്ഷണം എത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് എത്തുന്നു. ഇത് വളരെ സമഗ്രമായ ഒരു ആസൂത്രണത്തിന്റെ ഫലമായിട്ട് മാത്രം ഉണ്ടാവുന്നതാണ്. ഈ ജീവജാലങ്ങള്, അതും അസംഖ്യം ജീവജാലങ്ങളാണ്, കോടിക്കണക്കിനാണ് ഓരോ സ്പീഷീസിലും ഉള്ളത്. ആ ഓരോ സ്പീഷീസിലും പെട്ട കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് ഒരു നേരം, 2 നേരം, 3 നേരം എന്നൊന്നുമല്ല, ദിനേന പലതവണ അവർക്ക് ആവശ്യമായ ഭക്ഷണം നിരന്തരം അവരുടെ മുന്നിലേക്ക് എത്തുന്നു എന്നത് വളരെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പടച്ച തമ്പുരാന്റെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അത് ഒരുപക്ഷെ നമ്മള് കർക്കിച്ച് വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ തുപ്പുന്നുണ്ടെങ്കിൽ അതിൽ പോലും അള്ളാഹുവിന്റെ ആസൂത്രണം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കർക്കിച്ച് തുപ്പി അങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ചില ചെറിയ ചെറിയ ജീവികൾ, ഉറുമ്പ് പോലെയുള്ളതൊക്കെ അതിന് വന്ന് പൊതിഞ്ഞിട്ടുള്ളത് നമ്മൾ കാണും. അപ്പൊ അത്രയും സമഗ്രമാണ് ആസൂത്രണം. നമ്മളൊരു നെറുകേട്, ഒരു മര്യാദകേടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക കറക്കിച്ച് തുപ്പുന്ന കാരണമായിട്ട്. പക്ഷെ അള്ളാഹുവിന്റെ സംവിധാനത്തില് അത് അള്ളാഹുവിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. വിഭവങ്ങള് ഓരോരുത്തർക്കും നൽകുന്നതിന് വേണ്ടിയുള്ള അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സംവിധാനം. ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു അനിവാര്യത ഉണ്ടാവേണ്ടതുണ്ട്. ചില ജീവജാലങ്ങൾക്കുള്ള ഭക്ഷണമായിരിക്കും അതൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മക്കയിലെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ആദ്യകാല വിശ്വാസികളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ കരുതുന്നുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ സുരക്ഷിതരായി കഴിയുന്നത് നിങ്ങളുടെ മികവ് കൊണ്ടോ നിങ്ങളുടെ ആസൂത്രണം കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒക്കെയാണ്. അങ്ങനെയല്ല. നിങ്ങൾ ഓരോ നേരവും ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ വിശപ്പടക്കുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നത്, അതും കേവലം നിങ്ങളുടെ സാമർഥ്യം കൊണ്ടോ നിങ്ങളുടെ മിടുക്ക് കൊണ്ടോ ഒക്കെയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് സംഭവിക്കുന്ന വലിയൊരു പിഴവാണ്. യഥാർത്ഥത്തില് കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഭൂമുഖത്ത് അവരാരും തന്നെ ഭക്ഷണം ചുമന്നുകൊണ്ട് അങ്ങനെ നടക്കുകയല്ല. അവർക്ക് വേണ്ട ഭക്ഷണം സമയത്തിന് സമയാസമയങ്ങളിൽ എത്തുകയോ അവര് ആ ഭക്ഷണം ഉള്ളിടത്തേക്ക് എത്തുകയോ ചെയ്യാണ്. ഇത് വളരെ സമഗ്രമായ ഗംഭീരമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ട് മാത്രമുള്ളതാണ്. അതുകൊണ്ട് അതേപോലെ നിങ്ങൾ ദേശത്യാഗം ചെയ്തു പോവുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുക എന്നത് അള്ളാഹുവിന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നടക്കും എന്നാണ് അള്ളാഹുവിടെ അവരെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാം നിങ്ങളുടെ ആസൂത്രണത്തിന്റെയോ പ്രയത്നത്തിന്റെയോ ഫലമാവണമെന്നില്ല. പലതും അള്ളാഹുവിന്റെ നേരത്തെയുള്ള നിശ്ചയത്തിന്റെ ഫലമായിട്ട്, നമ്മളിപ്പോ ഒരു തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും, പക്ഷെ തൊഴിലിലേക്ക് നമ്മൾ എത്തുന്നത് അള്ളാഹുവിന്റെ ആസൂത്രണം കാരണമായിട്ടാണ്. അള്ളാഹുവിന്റെ അങ്ങനെ ഒരു ഖലാ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എത്രയോ അലഞ്ഞു നടന്നിട്ട് ആ തൊഴിലിലേക്കോ അല്ലെങ്കിൽ ആ സാധ്യതയിലേക്കോ എത്താത്ത കാലുണ്ടല്ലോ. ചില സന്ദർഭങ്ങളിൽ ചില കാലത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അതില് കൃത്യമായി അള്ളാഹുവിന്റെ നിശ്ചയം, അള്ളാഹുവിന്റെ വിധി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖലാഉം ഖദറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അത് നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ദേശത്യാഗം ചെയ്ത് വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് പോയിക്കളഞ്ഞാലും ആ
അള്ളാഹുവിന്റെ ആസൂത്രണം നിങ്ങൾക്ക് വേണ്ടിയായിട്ടുള്ളത് പ്രവർത്തനക്ഷമമായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ അവരെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ നിങ്ങൾക്കും അതുപോലെ അള്ളാഹു പറയുന്ന കാര്യം ഇവിടെ അതാണ്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും എന്നാണ്. എത്ര ജീവജാലങ്ങളാണ്, അവരാരും തന്നെ അവരുടെ ചുമലില് അവരുടെ അന്നം പേറിക്കൊണ്ട് അങ്ങനെ നടക്കുകയല്ല. അള്ളാഹു അവർ ആവശ്യമായ റിസ്ക് എത്തിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. വഹുവ സമീഉൽ അലീം, അവന് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് എന്നാണ് അള്ളാഹുവോട് പറഞ്ഞു വെക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് മക്കയിലെ നിഷേധികളായ സമൂഹത്തെ, വിശേഷിച്ച് ഖുറൈശികളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് നിന്ന ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണാം തുടക്കത്തിൽ. വല ഇൻ സഅൽതഹും, പ്രവാചകരെ താങ്കൾ അവരോട് ഇങ്ങനെ ചോദിച്ചു എന്ന് വെക്കുക. ഇങ്ങനെ ഒരു ചോദ്യം അവരോടായിട്ട് താങ്കൾ ചോദിച്ചു എന്ന് സങ്കല്പിക്കുക. മൻ ഖലഖ സമാവാതി വൽ അർള്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും വിധേയപ്പെടുത്തി വെച്ചിരിക്കുന്നതും ആരാണ്? ലയഖൂലുന്ന, അവര് അതിന് മറുപടിയായിട്ട് പറയും അള്ളാഹു ആണ് അത് ചെയ്തിട്ടുള്ളത് എന്ന്. ഫഅന്നാ യുഫകൂൻ, എന്നിട്ടും എങ്ങനെയാണ് അവർ വഞ്ചിതരാകുന്നത് എന്നാണ് അള്ളാഹു ഒരു ചോദ്യം എന്ന നിലക്ക് ഉന്നയിക്കുന്നത്. അത് നബിയോട് ചോദിക്കുന്ന ചോദ്യമല്ല, അള്ളാഹു ഈ മക്കയിലെ ആളുകൾ കേൾക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നിട്ടും അവരെങ്ങനെ വഞ്ചിതരാകുന്നു? വളരെ കൃത്യമായി അവരോട് ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഒരുപാട് ആരാധ്യന്മാരെ കൊണ്ട് നടക്കുന്നുണ്ട്, പല വിഗ്രഹങ്ങളെയും നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, പല ആൾദൈവങ്ങളുടെയും സേവകരായിട്ട് നിങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളതും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി വെച്ചിട്ടുള്ളതും? അവരുടെ ആ ചോദ്യത്തിന് അവരൊരിക്കലും അങ്ങനെ ആണെന്ന് പറയില്ല. കാരണം അവർക്കറിയാതല്ല എന്നുള്ളത്. കാരണം അവരിപ്പോ ആരാധിക്കുകയോ പൂജിക്കുകയോ വിധേയപ്പെടുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളും ദൈവങ്ങളും ആൾദൈവങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെയും വളരെ സമീപകാലത്ത് ഉണ്ടായവരാണ് എന്നത് അറിയാത്തവരല്ല മക്കയിലെ ആളുകൾ. മക്കയില് കഅബയില് ഉണ്ടാക്കി വെച്ചിരുന്ന വിഗ്രഹങ്ങൾ, 360 വിഗ്രഹങ്ങൾ കഅബയില് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു ആ കാലത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചടക്കുന്നത് വരെയുള്ള കാലത്ത് അത്രയും വിഗ്രഹങ്ങൾ അവിടെ ആരാധിക്കപ്പെടുന്നതിന് വേണ്ടി സ്ഥാപിതമായിരുന്നു. അപ്പൊ ഈ വിഗ്രഹങ്ങൾക്കൊക്കെ ഒരു ചരിത്രമുണ്ട്. ഈ വിഗ്രഹങ്ങൾ പലരെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ആരെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ വ്യക്തി പോലും ചരിത്രത്തിൽ പിന്നിട്ട കാലത്ത് ഒരു ഘട്ടത്തിൽ ജനിക്കുകയും മറ്റൊരു ഘട്ടത്തിൽ മരിക്കുകയും ചെയ്തു പോയിട്ടുള്ള ആളുകളാണ്. അപ്പോ അവരുടെയൊക്കെ ഈ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാം, അവരൊന്നുമല്ല ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്. അതുപോലെ അതിവിസ്മയകരങ്ങളായ പ്രതിഭാസങ്ങളാണല്ലോ സൂര്യനും ചന്ദ്രനും ഒക്കെ. അതിനൊരു ക്രമീകരണം വളരെ കൃത്യതയോടുകൂടി നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അതൊന്നും അള്ളാഹു വെച്ച ഒരു വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ട് ഇട്ടെറിഞ്ഞ് പൊയ്ക്കളയുന്നില്ല. സൂര്യന്റെ ഉദയവും അസ്തമയവും അതിന്റെ പ്രകാശവും അത് പുറത്തുവിടുന്ന താപവും ഒക്കെ തന്നെ ഒരു വളരെ കൃത്യമായ ഒരു ക്രമീകരണമാണ് അതിനുള്ളത് എന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമുക്ക് ഭൂമുഖത്ത് മനുഷ്യവാസവും അതുപോലെ ജീവജാലങ്ങളുടെ അതിജീവനവും ഒക്കെ സാധ്യമാവണത്. മനുഷ്യന് ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയുന്നത് സൂര്യൻ അതിന്റെ താപം പുറത്തേക്ക് വിടുന്നതിനുള്ള ഒരു ക്രമീകരണം ഉണ്ട് എന്നതുകൊണ്ടാണ്. സൂര്യന്റെ രശ്മികൾ അത് പുറത്തുവിടുന്ന പ്രകാശവും ഊർജവും അല്ലെങ്കിൽ പ്രകാശവും താപവും ഒക്കെ തന്നെ ഈ വിധത്തില് ക്രമീകരിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോ സൂര്യനെ കുറിച്ച് വല്ലതും അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം, സൂര്യന്റെ സാധ്യത അത്രയൊന്നുമല്ല. സൂര്യന് അതിനേക്കാൾ എത്രയോ മടങ്ങ് താപം പ്രസരിപ്പിക്കാനുള്ള കഴിവുണ്ട്
പക്ഷെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ള ആളുകൾക്ക്, ജീവജാലങ്ങൾക്കും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന താപത്തിന്റെയും പ്രകാശത്തിന്റെയും ഒക്കെ ഒരു കണക്ക്, നിർണിതമായ ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ചാണ് അതിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും ഈ വിധത്തിൽ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ പദമാണ് നമ്മള് വാഹനത്തിൽ കയറുമ്പോ നടത്തുന്ന പ്രാർത്ഥനയിൽ പറയുന്നു. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദ. നമുക്ക് വിധേയപ്പെടുത്തി കീഴ്പ്പെടുത്തി തന്ന ഈ വാഹനത്തിനെ കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു അന്യൂനനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദ. അവിടെ സഖറ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. സൂര്യനെയും ചന്ദ്രനെയും വിധേയപ്പെടുത്തി തരിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആവശ്യത്തിന് ഒരു പ്രയോജനപ്പെടുത്തി തരികയാണ്. നമ്മുടെ ആവശ്യത്തിന് പറ്റുന്ന വിധത്തിൽ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുകയാണ്. അതിപ്പോ മോട്ടോർ വെഹിക്കിളിലാണ് നമ്മൾ കയറുന്നതെങ്കിലും ഇതേ പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. ഇത് നമ്മളുടെ നിയന്ത്രണത്തിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനകരാവൂല. അത് നമ്മൾ യാത്രക്ക് ഉപയോഗിക്കുന്ന, സവാരിക്ക് ഉപയോഗിക്കുന്ന മൃഗമായാലും സവാരിക്ക് ഉപയോഗിക്കുന്ന വാഹനമായാലും അത് നമുക്ക് പ്രയോജനകരമായ വിധത്തിൽ അതിനെ നമുക്ക് നിയന്ത്രിച്ചു വെച്ചതുകൊണ്ടാണ് നമുക്ക് ആ നിലക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, നമുക്ക് ഒട്ടകത്തിനോ കുതിരക്കോ അല്ലെങ്കിൽ കഴുതക്കോ ഒക്കെ പകരമായിട്ട് ഒരു സിംഹത്തെയാണ് അല്ലെങ്കിൽ ഒരു കരടിയെയാണ് വാഹനമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. സിംഹത്തിന്റെയോ കരടിയുടെയോ ഒക്കെ പ്രകൃതമുള്ള അവസ്ഥയിൽ നമുക്കതിനെ വാഹനമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോഴുള്ള ഒരു അവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സിംഹത്തിന്റെ പ്രകൃതമല്ല അള്ളാഹു കുതിരക്കോ ഒട്ടകത്തിനോ കഴുതക്കോ ഒന്നും കൊടുത്തിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ പ്രകൃതമാണ്. എല്ലാം നാൽക്കാലികളാണല്ലോ, 4 കാലുള്ള ജീവികളാണ്. ഇതിനൊക്കെ തന്നെ അസ്ഥിയും മാംസവും ഒക്കെ ശരീരത്തിലുണ്ട്. അതുപോലെ മൃഗങ്ങളുടെ ആകാരമുണ്ട്. അതുപോലെ മൃഗങ്ങൾ എന്നുള്ള നിലക്കുള്ള പല പ്രത്യേകതകളും ഇവർക്ക് കോമൺ ആയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും തന്നെ ഒരു ഒട്ടകം ഒരു സിംഹത്തെ പോലെ പെരുമാറുന്നില്ല. എന്തിനാണ് ഒട്ടകം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഏതോ മനുഷ്യന് വേണ്ടി ഭാരം പേറുന്നത്? അല്ലെങ്കിൽ ഒരുപാട് പാദങ്ങള് തന്നെ സഞ്ചരിക്കാൻ ഒട്ടകം സന്നദ്ധാവണ എന്തിന്റെ പേരിലാണ്? ദിവസങ്ങളോളം യാത്ര ചെയ്യാണ് ഒട്ടകം. മനുഷ്യനാണ് യാത്ര ചെയ്യുന്നത്, പക്ഷെ മനുഷ്യന് വേണ്ടി ഒട്ടകം ഇങ്ങനെ നടന്നു പോവുകയാണല്ലോ. എന്തിനു വേണ്ടി? ഒട്ടകത്തിന് ഒരു അല്പം ആലോചിച്ചാല് ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യണത്? അവന് വേണമെങ്കിൽ പോയി എത്തേണ്ടടുത്ത് എത്തിക്കോട്ടെ എന്ന് വിചാരിക്കാമല്ലോ. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നില്ല ഒട്ടകം. മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അതിനെ തെളിക്കുമ്പോ, നിയന്ത്രിക്കുമ്പോ ഒട്ടകം എണീറ്റ് പുറപ്പെടാൻ സന്നദ്ധാവുകയാണ് മനുഷ്യന്റെ കൂടെ. ഇതെങ്ങനെ സാധിക്കുന്നത്? ഇത് വിധേയപ്പെടുത്തലാണ്. ഇതേ വിധത്തിൽ നിങ്ങൾ ഒരു സിംഹത്തിനെയോ അല്ലെ പുലിയെയോ കരടിയെയോ ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോ അറിയാം അത് എത്രത്തോളം അവര് അതിന് സന്നദ്ധാവും ഇല്ല എന്നുള്ളത്. അപ്പൊ സൂര്യനെ വിധേയപ്പെടുത്തി എന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ പ്രയോജനകരമായ വിധത്തിലല്ലാതെ ഉള്ള ഒരുപാട് നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ച സംവിധാനത്തിലുണ്ട്. സൂര്യന് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നോ ആ വിധത്തിൽ പ്രയോജനപ്പെടാത്ത, എന്നാൽ അള്ളാഹുവിന്റെ ഈ ബൃഹത്തായ സംവിധാനത്തില് അത് ആ നിലയ്ക്ക് തന്നെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടതും ഉണ്ടാവും. അപ്പോ ഈ വിധത്തിൽ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? സൂര്യനെയും ചന്ദ്രനെയും ഈ വിധത്തില് വിധേയപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാല് സംശയമൊന്നുമില്ലാതെ അവര് പറയും അള്ളാഹുവാണ് എന്ന്. ഇത് പറയാൻ മടിക്കുന്ന ആളുകൾ ആധുനിക കാലത്തുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായി പ്രകൃതിയാ ഉണ്ടായതാണ് എന്നൊക്കെ പറയുന്ന ആധുനിക ബുദ്ധിരാക്ഷസന്മാരായ മണ്ടന്മാര് നമ്മുടെ കാലഘട്ടത്തില് ഉണ്ടാവും. കാരണം അവർക്ക് അതിനെ ഔട്ട്റൈറ്റ് ആയിട്ട് നിഷേധിക്കുന്ന ഒരു നിലപാടാണല്ലോ താനെ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ ക്രമീകരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ക്രമീകരണം താനെ ആകസ്മികമായി ആവുമ്പോ ഇത്ര കൃത്യതയോടുകൂടി പലതിനും പറ്റുന്ന വിധത്തില്, ഇപ്പം ഭൂതലത്തിൽ ചെടികള് മുളച്ചു പൊങ്ങുന്നത്, അതുപോലെ തന്നെ ജലാശയങ്ങളിൽ ജലത്തിന്റെ അളവ് ക്രമീകരിച്ച് നിർത്തപ്പെട്ടിരിക്കുന്നത്, അതുപോലെ
മഴ വർഷിക്കുന്നതും മഴ ആ, അവസാനിക്കുന്നതും ഒക്കെ ഈ ക്രമീകരണങ്ങള് ഒക്കെ തന്നെ ആകസ്മികമാണ് എന്നാണോ നമ്മൾ സങ്കല്പിക്കേണ്ടതെന്ന് നോക്കൂ. സമയത്തിന് മഴ ലഭിച്ചാലേ ചെടികൾ മുളച്ചു പൊങ്ങുള്ളൂ. അതുപോലെ ഭൂമിയിൽ ഹരിതാഭമായ പ്രദേശങ്ങൾ ഉണ്ടാവുള്ളൂ, ജീവജാലങ്ങൾക്കുള്ള വിഭവങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഒരു നിലക്ക് ആലോചിക്കുമ്പോൾ എല്ലാറ്റിന്റെയും ഊർജ സ്രോതസ്സായിട്ട് ഇവിടെ സൂര്യൻ അള്ളാഹു സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണെന്ന് കാണാൻ കഴിയും. നമ്മള് പെട്രോള് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുമ്പോൾ അത് ഒരു കാലത്ത് സൂര്യൻ ചെയ്ത സേവനത്തിന്റെ പിൽക്കാലത്തുള്ള ഹാർവെസ്റ്റിംഗ് ആണ്. നമ്മൾ സോളാർ പവർ ഉപയോഗപ്പെടുത്തുമ്പോൾ നേരിട്ട് സൂര്യന്റെ താപവും പ്രകാശവും ഒക്കെ സ്വീകരിച്ചിട്ട് നമ്മൾ അത് നമുക്ക് ഉപയോഗപ്രദമാവുന്ന വിധത്തിൽ അതിനെ ക്രമീകരിച്ച് സ്വീകരിക്കുകയാണ്. നമ്മൾ വിറകാണ് കത്തിക്കുന്നതെങ്കിലോ അതും സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ താപത്തിൽ നിന്ന് ആർജിച്ചു വെച്ചിട്ടുള്ള, വൃക്ഷങ്ങൾ ആർജിച്ചു വെച്ചിട്ടുള്ള എനർജിയാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പോ ഇനി നമ്മൾ സസ്യബുക്കല്ല മാംസബുക്കാണെന്ന് പറയുന്ന ആളുകളുടെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. മാംസം ആഹരിക്കുന്ന ആളുകൾ മാംസം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ കന്നുകാലികളൊക്കെ ചെടികളും അതുപോലെ വൃക്ഷങ്ങളുടെ ഒക്കെ ഫലങ്ങളൊക്കെ തിന്നുകൊണ്ടാണ് അവരുടെ ശരീരം പുഷ്ടിപ്പെടുന്നത്. അപ്പോ എന്ത് വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്? ഈ ചെടികളിൽ നിന്ന് ലഭിക്കുന്നതും സൂര്യന്റെ എനർജിന്ന് വന്നിട്ടുള്ള ഊർജത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോ അതിഗംഭീരമായ സംവിധാനം അള്ളാഹുവിടെ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവരോട് ആരാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു സംശയവുമില്ല, ദൈവം തന്നെയാണ് എന്ന് അവർ പറയും. അതിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ അള്ളാഹു തുടർന്ന് ചോദിക്കുകയാണ്, എന്നിട്ടും ഇത് തിരിച്ചറിഞ്ഞിട്ടും നിങ്ങൾ പിന്നെ വഞ്ചിതരാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മറ്റു പലരെയും ആരാധ്യന്മാരായിട്ട് സ്വീകരിക്കുന്നവരായി, മറ്റു പലർക്കും കീഴ്പ്പെടുന്നവരും വിധേയപ്പെടുന്നവരുമായി മാറിയത് എങ്ങനെയാണ്? എന്നിട്ടും നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്, വഞ്ചിതരാകുന്നത്, കബളിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? എന്നിട്ടും നിങ്ങൾ എന്നല്ല, അവർ മക്കയിലെ ആളുകളെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ്. എന്നിട്ടും അവര് കബളിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് നോക്കുക, അള്ളാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ വിഭവങ്ങള് ഉദാരമായി കൈനീട്ടി നൽകുന്നു. വലിയ വളർച്ചയും അതുപോലെ തന്നെ വർധനവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. യബ്സുത്തു എന്ന് പറഞ്ഞാൽ ബസത്ത എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ്. ബാസിത്ത്, ബാസിത്ത എന്നൊക്കെയുള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ. അത് ഈ അള്ളാഹു യബ്സുത്തു, അള്ളാഹു നീട്ടി ഉദാരമായി കൈയഴച്ചു കൊടുക്കുന്നു. ആർക്കാണ്? റിസ്ഖിനെ, വിഭവങ്ങളെ അള്ളാഹു വളരെ ഉദാരമായിട്ട് കൈയഴച്ചു നൽകുന്നു. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക്. മിൻ ഇബാദിഹി, തന്റെ അടിയാറുകളിൽപ്പെട്ട അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് വളരെ ഉദാരമായിട്ടാണ് അവൻ വിഭവങ്ങൾ നൽകുന്നത്. വയഖ്ദിറു ലഹു, അതേപോലെ അള്ളാഹു നിയന്ത്രിച്ച് മാത്രം നൽകുന്നു, തഖ്ദീർ ചെയ്തുകൊണ്ട് നൽകുന്നു, കണക്കാക്കി കൊടുക്കുന്നു വേറെ ചിലർക്ക്. അതും അവന്റെ ഇച്ഛ അനുസരിച്ചാണ്, അവന്റെ മശീഅത്ത് അനുസരിച്ചാണ്. ചിലപ്പോ സമ്പത്തൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ആളുകൾ കരുതും അവന്റെ സാമർഥ്യമാണ്, അവന്റെ പ്രയത്നമാണെന്ന്. അവന്റെ സാമർഥ്യം ഉണ്ടായതും പ്രയത്നം സാധിച്ചതും ഒക്കെ എങ്ങനെയാണ്? അത് അള്ളാഹു അവർക്ക് ആ നിലക്കുള്ള ബുദ്ധിയും സാധ്യതയൊക്കെ തുറന്നു കൊടുത്തുകൊണ്ട് മാത്രമാണ്. അപ്പൊ ആത്യന്തികമായിട്ട് ഒരു സമ്പന്നനായിട്ടുള്ളത് അള്ളാഹു കൊടുത്തുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് സ്വന്തം ബുദ്ധി, സ്വന്തം സാധ്യതകള് ഒക്കെ പ്രയോജനപ്പെടുത്താനൊക്കെ പറ്റിയിട്ടുള്ളത്, അതിനുള്ള അവസരങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വിഭവങ്ങള് വളരെ വിശാല മനസ്കതയോടുകൂടി അങ്ങനെ അങ്ങ് നീട്ടിയിട്ട് കൊടുക്കും. അള്ളാഹു വലിയ വികസനവും വളർച്ചയും വർധനവും ഒക്കെ അവർക്ക് ഭൗതികമായുള്ള വിഭവങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നൽകും. ചിലർക്ക്, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക്. വേറെ ചിലർക്ക് വയഖ്ദിറു ലഹു, മറ്റൊരുവന് അവൻ നിയന്ത്രിച്ചു മാത്രം നൽകുന്നു. ഇത് അള്ളാന്റെ ഒരു സംവിധാനമാണ്. അതിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. എന്തിനാണ് ചിലർക്ക് അള്ളാഹു ഒരുപാട് കൊടുക്കുന്നത്, ചിലർക്ക് വളരെ നിയന്ത്രിച്ചു കൊടുത്ത് അവരെ അള്ളാഹു ദാരിദ്ര്യമുള്ള ആളുകളൊക്കെ ആക്കി വെച്ചത് എന്തിനാണ്?
ഇത് അള്ളാന്റെ ഒരു സംവിധാനമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യമായിട്ട് കണക്കായിട്ടാണ് കൊടുത്തിരുന്നതെങ്കിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും കടപ്പാടുണ്ടാവുമോ? ഒരു കടപ്പാടും പ്രതിബദ്ധതയും ആർക്കും ആരോടും തോന്നൂല. അത് അവരെ കടുത്ത അഹങ്കാരികളാക്കി മാറ്റും. ഭൂമുഖത്ത് ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് ഒരു സമൂഹം എന്ന നിലയ്ക്ക് ജീവിക്കാൻ കഴിയാണ്ടാവും. ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ഒരുമിച്ച് ഒരു സമൂഹമായി ജീവിക്കുന്നതിന്റെ ഒരു കാരണം വലിയ അളവില് എനിക്ക് നിങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു, നിങ്ങൾക്ക് എന്നെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. അള്ളാഹു ഒരു കൂട്ടർക്ക് കൊടുത്തിരിക്കുന്ന വിഭവങ്ങൾ വേറൊരു കൂട്ടർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോ ഏതെങ്കിലും പ്രത്യേകതരം വിഭവങ്ങൾ കൂടുതലുള്ള ആളുകള് അത് കമ്പോളത്തിലേക്ക് വിൽപ്പനക്ക് കൊണ്ടുവരും. അപ്പൊ ആ വിഭവങ്ങൾ വളരെ പരിമിതമായി മാത്രം നൽകപ്പെട്ട ആളുകൾക്ക് കമ്പോളത്തു നിന്ന് അത് വാങ്ങാൻ കഴിയും. അപ്പൊ ഈ വിധത്തിലുള്ള കൊള്ളക്കൊടുക്കുകള് അനിവാര്യമാക്കുന്ന വിധത്തിലാണ് എല്ലാം ഉള്ളത്. അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോഴേ ഭൂമുഖത്തെ ജീവിതം സാധ്യമാവുള്ളൂ. പരലോകത്ത് അള്ളാഹ്ക്ക് വേറൊരു സംവിധാനം ആണ് ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അള്ളാഹ് നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത് മറ്റൊരു സംവിധാനമായിരിക്കും. അത് ഈ വിധത്തിലാവണം എന്നില്ല, ആവാതിരിക്കാനാണ് ഏറ്റവും ഏറെ സാധ്യതയുള്ളത്. അപ്പോ അള്ളാഹു ഇങ്ങനെ സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിഭവങ്ങളെ കയ്യയച്ച് നൽകുന്നു, വേറെ ചിലർക്ക് അവൻ പരിമിതമായിട്ട് മാത്രം നൽകുന്നു. അതിൽ വലിയൊരു ഹിക്മത്തുണ്ട്. അപ്പോ സമ്പന്നൻ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അയാൾ സമ്പന്നനായിട്ടുള്ളത് വേറെ ഒരുപാട് പേര് ദരിദ്രരായത് കൊണ്ടാണ്. അപ്പൊ എന്താണ് അതിന് കാരണം? എന്നെ സമ്പന്നനാക്കിയതിന്റെ കാരണം, അല്ലെങ്കിൽ എനിക്ക് സമ്പന്നനാവാൻ സാധിച്ചത് ഒരുപാട് പേരെ അള്ളാഹു ദരിദ്രനാക്കിയത് കൊണ്ടാണ്. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ എനിക്ക് ദരിദ്രരോട് ഒരു പ്രതിബദ്ധത വേണ്ടതുണ്ട്. കാരണം ആ ദരിദ്രരാണ് എന്നെ സമ്പന്നനാക്കിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇപ്പോ നല്ല ശബ്ദ മാധുരിയോടുകൂടി ഈണത്തിൽ പാടാനൊക്കെ കഴിയുന്ന ആൾക്ക് അത് വലിയൊരു ദൈവികമായ ഗിഫ്റ്റ് ആണല്ലോ. പക്ഷെ അയാളെ പാട്ടുകാരനാക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഗിഫ്റ്റ് ഇല്ലാത്ത, അത് ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകളെ അള്ളാഹുപ്പുറത്ത് സൃഷ്ടിച്ചു വെച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് കഴിവുണ്ട്, സ്വരമാധുരി ഉണ്ട് എന്ന് മാത്രം ഉള്ളതാണ് അവസ്ഥ. അയാളെ കേൾക്കാൻ ഒരാളും സന്നദ്ധ അല്ലെങ്കിൽ അയാൾ പാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പാടുക എന്നല്ലാതെ ആരാണ് അയാളെ ഒരു പാട്ടുകാരനായിട്ട് അംഗീകരിക്കുക? ഉണ്ടാവില്ലല്ലോ. അംഗീകരിക്കപ്പെടുന്നത് അത്രയും ഗിഫ്റ്റഡ് ആയിട്ടല്ലാത്ത ആളുകൾ ധാരാളം ഉണ്ടാവുകയും ഇയാളുടെ സ്വരമാധുരിയില് ആസ്വാദനം അവർക്ക് കണ്ടെത്താൻ പറ്റുകയും ചെയ്യുന്നതുകൊണ്ടാണല്ലോ. ഇതേ വിധത്തിലാണ് എല്ലാ വിഭവങ്ങളും, എല്ലാ കഴിവുകളും. അതുകൊണ്ട് ഒരു കഴിവ് നൽകപ്പെട്ടതിന്റെ പേരിൽ ഒരാളും അഹങ്കരിക്കാൻ മുതിരണ്ട. അഹങ്കരിക്കുന്നവൻ യഥാർത്ഥത്തിൽ പടുവിഡ്ഢിയാണ്. കാരണം അയാൾക്ക് ആ കഴിവ് അള്ളാഹു കൂടുതലായിട്ട് നൽകിയിട്ടുള്ളത് മറ്റു പലർക്കും അത് കുറച്ച് നൽകാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാവുക. ഈ പ്രൊപ്പോർഷൻ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കൂല. അതുകൊണ്ട് അള്ളാഹുയോട് സൂചിപ്പിക്കുന്നത്, അള്ളാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകളുടെ കൂട്ടത്തില് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിശാലമായിട്ട് ഉദാരമായിട്ട് വിഭവങ്ങൾ നൽകുന്നു. അതുപോലെ വേറെ ചിലർക്ക് അവൻ വളരെ പരിമിതമായിട്ട് മാത്രം നൽകുന്നു. ഇന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, എല്ലാറ്റിനെ കുറിച്ചും അറിയുന്നവനാണ് അള്ളാഹു എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തൊരു വ്യാപ്തിയാണ് ഈ അവസാനം പറഞ്ഞ വാക്യത്തിന്! അതിന്റെ ആശയവ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാറ്റിനെ കുറിച്ചും അറിയുന്നവനാണ്. സഹസ്രാബ്ദങ്ങള് പിന്നിട്ട് കഴിഞ്ഞു മനുഷ്യന് ഭൂമുഖത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അള്ളാഹു പറയുന്ന ഈ വാചകം ഇന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹു എല്ലാറ്റിനെ കുറിച്ചും അറിയുന്നവനാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോ ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? എത്രയെത്ര തലമുറകൾ കഴിഞ്ഞുപോയി. ഓരോരുത്തരും എത്ര ആഴത്തിലും അതുപോലെ സങ്കീർണമായിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും തന്റെ ജീവിത പ്രതിസന്ധികളെ കുറിച്ചും മറ്റുള്ളവർക്ക് അള്ളാഹു ഉദാരമായി പലതും നൽകിയതിനെ കുറിച്ചൊക്കെ. എത്രത്തോളം മനോവിഷമത്തിൽ കഴിഞ്ഞ നാളുകളും അവസ്ഥകളും ഒക്കെ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാവും. മറ്റു പലരുടെയും സൗഭാഗ്യങ്ങൾ കണ്ടുകൊണ്ട് അതില് ആകൃഷ്ടനായി നമ്മുടെ ദൗർഭാഗ്യങ്ങളെ കുറിച്ച് വേപത് പൂണ്ടുകൊണ്ട് എത്ര കാലം മനുഷ്യര് പല ഘട്ടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹ്ക്ക്
ഇതിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. അള്ളാഹു ഓരോന്നും സസൂക്ഷ്മം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നതൊന്ന് ആലോചിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ആ ഔന്നത്യം ശരിക്കും ബോധ്യപ്പെടും. പലരും തമാശക്കൊക്കെ പറയുന്നത് കാണാം, നമ്മൾ എന്തിനാണ് ഈ ദാരിദ്ര്യം പിടിച്ച നാട്ടിൽ, ഈ സാഹചര്യത്തിൽ, ഈ കുടുംബത്തിലൊക്കെ ജനിച്ചത്, എന്നെ മറ്റിടത്ത് ഇന്ന ആളുടെ മകനായിട്ട് ജനിപ്പിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ആലോചിക്കുന്ന കുട്ടിക്കാലൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിലൊക്കെയും തന്നെ കൃത്യമായ ദൈവിക ആസൂത്രണമുണ്ട്. അള്ളാഹു എല്ലാറ്റിനെ കുറിച്ചും അറിയുന്നവനാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അത് ഈ ആയത്തിന്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അവൻ അത്യുദാരമായിട്ട് ചിലർക്ക്, അവന്റെ അടിമകളിൽപ്പെട്ട ചിലർക്ക് കൈയഴച്ച് അവൻ നൽകുന്നു, വേറെ ചിലർക്ക് വളരെ പരിമിതമായിട്ട് നൽകുന്നു. എല്ലാം സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അവൻ. എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ട് ആശങ്കപ്പെടുന്നത്? അള്ളാഹു അറിയാത്ത ഒരു ജീവിത സാഹചര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല. അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആകെ ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് ഈ അവസ്ഥകളിലൊക്കെയും തന്നെ വലിയ ഔദാര്യം കാണിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ ശുക്ർ കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ആളുകളായി മാറുന്നുണ്ടോ? വലിയ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുമ്പോ അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമുക്ക് അവനിലേക്ക് തിരിയാൻ പറ്റുന്നുണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ ആകെ അള്ളാഹു പരീക്ഷിച്ചറിയുന്ന ഒരു കാര്യം. അതിന് അള്ളാഹുവിനെ അങ്ങ് സമർപ്പിക്കാൻ ഒരാൾ സന്നദ്ധമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ അതൊന്നും ബാക്കിയില്ല. ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവര് പറയും അള്ളാഹുവാണ്. പിന്നെ ഈ സൂര്യനെയും ചന്ദ്രനെയും വിധേയപ്പെടുത്തി നിർത്തിയത് ആരാണെന്ന് ചോദിച്ചാലും അവര് പറയും അള്ളാഹുവാണ്. പിന്നെ എങ്ങനെയാണ് കൂട്ടരെ ഇവര് തെറ്റിക്കപ്പെടുന്നത്, ഇവര് വഞ്ചിതരാകുന്നത്? പിന്നെ മറ്റു പല താടിക്കാരുടെയും 56 ഇഞ്ച് നെഞ്ചളവിന്റെയും ഒക്കെ പുറകെ ആളുകൾ പോകുന്നവരായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മനുഷ്യൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാവിഡ്ഢി തന്നെയാണ് എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇൻ സഅൽതഹും, ഇനി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ അവരോട് ചോദിക്കുന്നു എങ്കിൽ, മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് ആരാണ് മഴ ഇറക്കി തന്നത്? ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹ, എന്നിട്ട് ഭൂമിയെ അതിന്റെ ചത്തുകിടന്ന അവസ്ഥയിൽ കഴിഞ്ഞിരിക്കെ അല്ലെങ്കിൽ കഴിയുകയായിരുന്ന അവസ്ഥയിൽ അതിനെ ജീവസുറ്റതാക്കി മാറ്റിയത് ആരാണ്? ആരാണ് മഴ ഇറക്കി തന്നത്? എന്നിട്ട് മൃതമായി കിടന്നിരുന്ന, ചത്തുകിടന്നിരുന്ന ഭൂമി അതിനെ ജീവന്റെ തുടിപ്പുള്ളതാക്കി മാറ്റിയത് ആരാണ് എന്നത് പ്രവാചകരെ താങ്കൾ അവരോടൊന്ന് ചോദിക്കുന്നു എന്ന് കരുതുക. എന്താണ് അവരുടെ മറുപടി? അവരിപ്പോ ആരാധിക്കുന്ന ആളുകളൊന്നുമല്ല, ഭരണാധികാരിയോ പ്രജാപതിയോ ആഭ്യന്തരമന്ത്രിയോ അങ്ങനെയുള്ളവരൊന്നുമല്ല എന്ന് അവർക്കറിയാം. അവരൊക്കെ ഇന്നലെയും മിനിയാന്നത്തെ മഴക്ക് മുളച്ചു പൊങ്ങിയതാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മറിച്ച് അവര് പറയുന്ന ഉത്തരം ലയഖൂലുന്നല്ലാഹ്, അള്ളാഹു ആണ് എന്നതിൽ യാതൊരു സംശയമില്ലാതെ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അവര് പറയും. അള്ളാഹു എന്നത് ആ പേരിൽ കുടുങ്ങി കിടക്കണ്ട. സൃഷ്ടാവായ പ്രപഞ്ചനാഥനായ ദൈവം എന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവുമില്ല. ലയഖൂലുന്നല്ലാഹ്, അവര് പറയും ഇതൊക്കെ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവാണ് ചെയ്തിട്ടുള്ളത് എന്ന് അവര് സമ്മതിച്ച് പറയും. അങ്ങനെ പറയുമ്പോ ഖുലിൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർദ്ദേശം നൽകുകയാണ്. 2 കാരണത്താൽ ഇവിടെ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഒന്ന്, ഇങ്ങനെ അള്ളാഹു സജ്ജീകരിച്ചു വെക്കുകയും ആകാശത്തുനിന്ന് മഴ ഇറക്കി തന്ന് ചത്തുകിടന്ന ഭൂമിയെ ജീവസുറ്റതാക്കി മാറ്റുകയും ചെയ്തല്ലോ. അതിന്റെ പേരിൽ അള്ളാഹു അങ്ങേയറ്റം സ്തുതികീർത്തനങ്ങൾ അർഹിക്കുന്നവനാണ് എന്നത് ഏറ്റുപറയലാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു തലം, ഈ കൂട്ടര് ഇതൊക്കെ ചെയ്തത് അള്ളാഹുവാണ് എന്നത് അംഗീകരിച്ച് പറയുന്നുണ്ടല്ലോ, അതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എന്നും മനസ്സിലാക്കാം. 2 തലത്തിലും ഇത് അർത്ഥവത്താണ്. അപ്പോ അവരോട് ചോദിക്കുകയാണ്, ആരാണ് ആകാശത്തുനിന്ന് മഴ ഇറക്കി തന്നത്, എന്നിട്ട് ഭൂമിയെ ഹരിതാപമാക്കി ജീവസുറ്റതാക്കി മാറ്റി തന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, അതിന്റെ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അത്. ഭൂമിയുടെ പല ഭാഗങ്ങളും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. മൃതപ്രായമായി
അല്ലെങ്കിൽ ഡെഡ് എന്ന് പറയാവുന്ന അവസ്ഥയിൽ കിടക്കുന്ന ഭൂമി, അവിടെ മഴ വർഷിപ്പിച്ച് ജീവൻ കിളിർത്ത് വരുന്ന ജീവന്റെ തുടിപ്പ്, അത് സസ്യ ലോകത്തും ജൈവ ലോകത്തും ഒരേപോലെ ജീവൻ തുടികൊട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആരാണ് അങ്ങനെ ചെയ്തു തന്നത് എന്ന് ചോദിച്ചാൽ അവര് പറയും അള്ളാഹു ആണ്, തീർച്ചയായിട്ടും, ഒരു സംശയവും ഇല്ല, തീർച്ചയായിട്ടും അവര് പറയും. ലയഖൂലുന്ന, ഒരു സംശയവുമില്ലാതെ തീർച്ചപ്പെടുത്തിക്കൊണ്ട് അവര് പറയും അള്ളാഹു ആണ് എന്ന്. അപ്പോ നബിയോട് അള്ളാഹ് നിർദ്ദേശിക്കുകയാണ്, അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞല്ലോ, പറഞ്ഞോളൂ അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയാം. അപ്പോ ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, എന്നാൽ പോലും അവരിലേറെ പേരും ബുദ്ധി പ്രയോജനപ്പെടുത്താത്തവരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അക്സറുഹും ലാ യഅഖിലൂൻ, അഖ്ല് ഉപയോഗപ്പെടുത്താത്ത, അഖ്ല് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാണ് അവരിലേറെ പേരും. ഇതാണ് അള്ളാഹു മക്കയിലെ നിഷേധികളായ ആളുകളെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അൻകബൂത്തിലെ 29ാമത്തെ സൂറത്തിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും വ്യക്തികൾ എന്ന നിലക്കും സമൂഹം എന്ന നിലക്കും ഒരു ഉമ്മത്ത് എന്ന നിലക്കും ഒക്കെ അതിനെ ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഏറെ തൃപ്തിയുള്ള വിധത്തില് അവയെ നേരിടാനും അവയെ അഭിമുഖീകരിക്കാനും സാധിക്കുന്ന ആളുകളിൽ, ഈമാനും ഇസ്സത്തും ഇസ്തിഖാമത്തും കാണിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.